അങ്ങനെ ആ ലെറ്ററുകളൊക്കെ വായിച്ച് ഇത്രയും നാളും തന്റെ ചേച്ചിയെ യൂസ് ചെയ്ത് ഇവനെ കൊല്ലാനായിട്ട് തന്നെ ഇവളെ തീരുമാനിക്കുന്നു. പക്ഷെ അപ്പോഴേക്കും ഇവൾ അങ്ങോട്ടേക്ക് കടന്നു വരുന്നു. അതുകൊണ്ട് തന്നെ ഹീറോയിൻ ആ പദ്ധതി ഉപേക്ഷിച്ചിട്ട് അവിടെ നിന്ന് പോവാനായിട്ട് തുടങ്ങുന്നു. എന്നാൽ അപ്പോഴേക്കും ഹീറോയിൻ ജയിലിലാക്കിയ അവിടുത്തെ അസിസ്റ്റന്റ് മാനേജറിന്റെ വൈഫ് അങ്ങോട്ടേക്ക് വരുന്നു. എനിക്ക് കിട്ടിയതൊന്നും പോരെ എന്ന് ചോദിച്ച് അപ്പോഴാണ് ഹീറോയിൻ ഇവരാണ് തന്റെ ചേച്ചിയുടെ ദേഹത്ത് ചൂടുവെള്ളം ഒഴിച്ച് പൊള്ളിച്ചതെന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഹീറോയിനെ ഇവർ അടിക്കാനായിട്ട് വരുമ്പോൾ അവൾ അത് തടഞ്ഞിട്ട് ആ സ്ത്രീക്ക് തിരിച്ചു നല്ലത് കൊടുക്കുന്നു. അപ്പൊ അവരാണെങ്കിൽ നീ എന്നെ ഉപദ്രവിക്കുന്നതിന് ഞാൻ പോലീസിലെ കംപ്ലൈന്റ് കൊടുക്കാനായിട്ട് പോവാ എന്ന് പറയുമ്പോൾ ഇവള് നീ കംപ്ലൈന്റ് കൊടുക്കണ്ട, ഞാൻ തന്നെ കൊടുക്കാം എന്ന് പറഞ്ഞ് ഹീറോയിൻ പോലീസിനെ വിളിക്കാനായിട്ട് തുടങ്ങുന്നു. എന്നാൽ അപ്പോ ഇവർ അത് തടയുന്നു. കാരണം അവരാണല്ലോ ഹീറോയിനെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുള്ളത്. അപ്പോ ഈ നടക്കുന്നത് എല്ലാം തന്നെ ഇവള് കണ്ടുകൊണ്ട് നിൽക്കാണ്. ഇത് ശരിക്കും ആ പഴയ മിണ്ടാപ്പൂച്ചി അല്ല എന്ന് ഇവൾക്ക് മനസ്സിലാവുന്നു. ഹീറോയിൻ ആണെങ്കിൽ അതിനുശേഷം അസിസ്റ്റന്റിനെ മീറ്റ് ചെയ്ത് സംസാരിക്കുന്നു. ആ കാര്യങ്ങളും എല്ലാം ഇവള് കാണുന്നു. ഉടനെ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഇവള് അവളുടെ ബോയ് ഫ്രണ്ടിനോട് പറയാനായിട്ട് പോകാൻ തുടങ്ങുമ്പോൾ ഹീറോയിനും അസിസ്റ്റന്റും കൂടി വന്ന് അവളെ പിടികൂടുന്നു. നിങ്ങൾ ശരിക്കും ആരാണെന്ന് ഇവളെ ഹീറോയിനോട് ചോദിക്കുമ്പോൾ അത് നിനക്ക് ഉടനെ തന്നെ മനസ്സിലാവും എന്ന് പറഞ്ഞ് അവളെ അവിടെ നിന്ന് അവരെ കൂട്ടിക്കൊണ്ടു പോകുന്നു.